പ്രധാനമായിട്ടും ഇത് ഡിഫറൻസ് എ ഫിൽറ്റർ മേക്ക് ഫോട്ടോസ്. നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ഇന്ന് ഡിജിറ്റലിലാണെങ്കിൽ പണ്ട് ഫിലിമായിരുന്നല്ലോ. ഫിലിമായിരുന്നപ്പോഴായിരുന്നു ഇത് കൂടുതൽ പ്രാധാന്യത്തോടെ. ഇപ്പോഴും പ്രൊഫഷണലായിട്ടുള്ള ഫിലിമുകൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും വീഡിയോയിലായാലും സ്റ്റിൽസിലായാലും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ് ആവശ്യങ്ങൾക്കായിട്ട് വളരെ ഭംഗിയായിട്ട് ഫിൽറ്റേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കളർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ CC എന്ന് പറയുന്ന ഒരു ഫിൽറ്റേഴ്സാണെന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മളത് കളർ കറക്ഷൻ കമ്പ്യൂട്ടറിൽ ഒത്തിരി കളർ കറക്ഷൻസ് ചെയ്ത് ചിത്രങ്ങൾ എടുക്കാമെങ്കിലും എടുത്ത ചിത്രങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഗംഭീരമാക്കാമെന്നുണ്ടെങ്കിലും സാധാരണ ക്യാമറയുടെ മുന്നിൽ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്റേഴ്സാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. പോളറൈസിങ് ഫിൽറ്റേഴ്സാണ് സാധാരണ നമ്മൾ സൂര്യപ്രകാശത്തിൽ ക്യാമറ മേടിക്കുമ്പോൾ തന്നെ ഫിൽറ്റേഴ്സുമായി അതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കുന്നതാണ് ബെറ്റർ. അല്ല, ക്യാമറ ഏതൊരു ഫിൽറ്റേഴ്സ് ഏത് ആവശ്യത്തിനാണേലും നമ്മൾക്ക് ഇന്ന് വിപണിയിൽ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്ന ക്യാമറകൾ വെച്ചിട്ടുള്ള ചിത്രങ്ങൾക്ക് ഒരു മനോഹാരികത അല്ലെങ്കിൽ എക്സ്പോസിങ് പിന്നെ ഒരു എക്സ്പോസിങ് ആണ്, പ്രോഗ്രസീവ് കിട്ടും. അങ്ങനെ എക്സ്പോസിങ് കോമ്പൻസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്യാമറയുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു ഗ്ലാസ്, അതിനെയാണ് ഈ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് പോളറൈസ്ഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ച വെയിലത്തും ഫോട്ടോ എടുത്താൽ നമ്മളെങ്ങനെയാണ് പുറത്തോട്ട് നോക്കുന്നത്, കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ണിനെ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അമിതമായ വെളിച്ചത്തെ കണ്ണിലേക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കും. അതുപോലെ ക്യാമറയുടെ മുന്നിൽ പല ടൈപ്പ് പോളറൈസ്ഡ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സുകൾ വയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈവനിങ് ഫിൽറ്റർ എന്നും പറഞ്ഞൊരു ഫിൽറ്ററുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും ഒരു സായാഹ്നത്തിൻ്റെ മൂഡ്, ചിലപ്പോൾ ഉച്ചക്കിട്ടാൽ പോലും കിട്ടുന്ന കൂടുതൽ ഡെപ്ത് ഉള്ളതൊക്കെ കിട്ടും. പിന്നെ പകലെടുക്കുന്ന സീനുകളെ നൈറ്റ് മൂഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഫിൽറ്റേഴ്സ് ഉപയോഗിക്കണം. ഒത്തിരി സിനിമകൾ നൈറ്റ് കാണുന്നതെല്ലാം തന്നെ പകലെടുത്തിട്ട് നൈറ്റിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ പെരുമഴക്കാലം എന്ന് പറയുന്നൊരു സിനിമ ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കും. അതിനകത്ത് ഒത്തിരി മഴക്കാലത്തിൻ്റെ മൂഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫിൽറ്ററുകൾ നിങ്ങൾ ആ സിനിമ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പകലെടുക്കുന്ന സാധാരണ ലൈറ്റിലെടുക്കുന്ന ചിത്രങ്ങളിൽ പലതരം മൂഡുകൾ, കളർ കറക്ഷൻസുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഫിൽറ്റേഴ്സുകളും നമുക്ക് വിപണിയിൽ ലഭിക്കുന്നത്. പോളറൈസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റർ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. കാരണം ലെൻസ് ചള്ളാകാതിരിക്കാനും ലെൻസിൻ്റെ അകത്തേക്ക് അമിതമായ പൊടിയൊന്നും കടക്കാതിരിക്കാനും ഇത് തിരിച്ച് നമ്മുടെ കോളേജ് വന്നു കഴിഞ്ഞാലും കാണാം. അത് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു മുമ്പിൽ കാണുന്ന സീനൊരു ലൈറ്റിൻ്റെ അതിപ്രസരം കൊണ്ടിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് കാഴ്ചയ്ക്ക് ഉണ്ടാകാതിരിക്കും. അതുപോലെ നമ്മൾ മോർണിംഗ് ലൈറ്റിന് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഈവനിങ്ങിൽ തന്നെ ആ ഈവനിങ് ഫിൽറ്ററും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിമനോഹരമായ ക്രിസ്പി ആയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. അപ്പോൾ ഫിൽറ്റേഴ്സുകൾ പൊതുവെ any camera's accessories used while taking a photography can enhancing the final images. However, you must always be take to ensure the images produced and effective and give you the result that you want or predict. One of the least expensive and yet most important of accessories you can buy is filter. Korean filters improve the color saturation of the image or enhancing the sky
or quality of water before deciding on which filter you are going to use for shot, or indeed before selecting an accessory test. It is similar situations before using it for a special planned shots. നമുക്ക് സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്തെടുക്കാം ഒരു ഷോട്ട്. അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ തന്നെ ഈ ഫിൽറ്റേഴ്സ് വാങ്ങിക്കൊണ്ട് പോകണം. ഫിൽറ്റേഴ്സ് കിറ്റായിട്ട് തന്നെ കിട്ടും, കുറേ കളറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സമയത്തും നമുക്ക് നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള. ഫിൽറ്ററിനെ കുറിച്ച് സാധാരണ പരീക്ഷയ്ക്ക് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ക്യാമറ ചിലപ്പോൾ വിശദമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ശരിക്കും അത് കളർ കറക്ഷനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചിത്രങ്ങളെ നമുക്ക് പകർത്തിയെടുക്കാനായിട്ട് അതിൻ്റെ CC കളർ കറക്ഷൻ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഫിൽറ്റേഴ്സ് ഓരോ മോഡിനനുസരിച്ചും വാങ്ങിക്കാൻ കിട്ടും. വളരെ എക്സ്പെൻസീവായിട്ടുള്ള കിറ്റുകളുണ്ട്. സാധാരണ നമ്മൾ എല്ലാ ക്യാമറയിലും ഉപയോഗിക്കുന്നത് വെയിലിനെ തടുക്കുകയും വെയിലിൽ നിന്നുള്ള ഒരു ഓവറായിട്ടുള്ള ചിത്രങ്ങൾ മുമ്പിൽ കാണാൻ പറ്റാതെ നമ്മൾ കണ്ണ് മഞ്ചിക്കുന്ന പോലുള്ള അവസ്ഥ വരുമ്പോഴും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഷോട്ട്സ് മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ മുൻകൂട്ടി തന്നെ നമുക്ക് ഫിൽറ്ററുകൾ കൊണ്ടുപോയിട്ട് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഫിൽറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് എക്സ്പോസിങ് കോമ്പൻസേഷൻസാണ്. നമുക്ക് ചിത്രങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കളർ കറക്റ്റ് ചെയ്ത് കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് ഫിൽറ്ററിനെ ക്യാമറയുടെ മുമ്പിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിനെ. നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ഒരു കളർ പേപ്പർ വെച്ച് ആ കളർ പേപ്പർ കാണുന്നില്ല, അതുപോലെ തന്നെ ആ കളറിലേക്ക് മാറുള്ളൂ. നീല പേപ്പർ പിടിച്ച് ക്യാമറയിൽ കൂടെ 2 കട്ടിക്ക് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലിരിക്കുന്ന എല്ലാം ബ്ലൂ പോലെ കാണും. അപ്പോൾ അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഒരു ഓറഞ്ച് കളറിൽ വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഷോട്ട്സിൽ ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്യുമ്പോഴും ലൈറ്റിനെ എൻഹാൻസ് ചെയ്ത് കളർ കറക്റ്റ് ചെയ്ത് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയമായിട്ടാണ് ഈ ഫിൽറ്റർ ഗ്ലാസ്സുകളെ കണക്കാക്കുന്നത്. ഗ്ലാസ് കൊണ്ടല്ലാതെ ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗം തന്നെ കളർ കറക്ഷൻ ചെയ്യുക എന്നുള്ളതും എക്സ്പോസ് കൂടുതൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതുമാണെന്ന് ഒരു ഫോട്ടോഗ്രാഫി പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം.